Reflection and transmission of electromagnetic wave in normal incidence. Reflection and transmission of electromagnetic wave in normal incidence. നമ്മൾ നേരത്തെ ഞാൻ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ റിഫ്ലക്ഷൻ്റെയും ട്രാൻസ്മിഷൻ്റെയും നോർമൽ ഇൻസിഡൻസിൻ്റെയും ജനറലായ ഒരു എക്സ്പ്രഷൻ പഠിപ്പിച്ചായിരുന്നു. നൗ കൺസിഡർ എക്സ് വൈ ഇസഡ് ആക്സിസ്. Let it be x-axis. It is y-axis. ഏതെങ്കിലും പെർപെൻഡിക്കുലർ ആയ 3 ആക്സിസുകൾ കൺസിഡർ ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ നമ്മൾ വേവ് ജനറൽ ആയിട്ട് എഴുതുമ്പം ഏത് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പറഞ്ഞുകൊണ്ടിരുന്ന അർത്ഥന ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നമ്മൾ എപ്പോഴാണ് പറഞ്ഞു? ഹലോ സർ, നമ്മള് സൗണ്ട് കുറവാ സർ. ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഏത് ഡയറക്ഷനിലാണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞേക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇസഡ് ഡയറക്ഷനിൽ തന്നെ വേവ് വെക്ടറിന്റെ പ്രൊപ്പഗേഷൻ എടുക്കാം. ലെറ്റ് കൺസിഡർ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആൻഡ് ദിസ് ഈസ് ഡയറക്ഷൻ ഓഫ് വൈ. ആൻഡ് ദിസ് വേവ് ഈസ് പ്രൊപ്പഗേറ്റിംഗ് ടു ദ ഡയറക്ഷൻ ഇസഡ്. സോ വെലോസിറ്റി കമ്പോണന്റ് ആയിരിക്കും ഇസഡ് ഡയറക്ഷനിൽ. And let's consider the electric field is in the direction of x-axis and the magnetic field is in the direction of y-axis. So we consider an electromagnetic wave which moves from minus z to plus z direction through the z-axis, or the direction of propagation or velocity component is in the z-axis, and then it has both the perpendicular electric field and magnetic field component. The electric field is in the x-axis and the magnetic field component in the y-axis. Now, ഇവിടുന്ന് വരുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇവിടെ ഈ പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ഇവിടെ വരുമ്പം റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു പ്ലെയിൻ വേവ് ആണെങ്കിൽ നമുക്ക് എന്നാ വേണം? ഇവിടെ ഒരു പ്ലെയിൻ വേണം അല്ലേ? അത് നോക്കിയേ, എക്സ് ഏത് വൈ പ്ലെയിൻ ആയിരിക്കും എന്ന് പറയാവോ? എക്സ് വൈ പ്ലെയിൻ. അതായത് ഇങ്ങനെ ഒരു പ്ലെയിൻ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വരച്ചോ പ്ലെയിൻ. ഇങ്ങനെ ഒരു പ്ലെയിൻ വരയ്ക്കാം ഇവിടെ. അപ്പൊ നോക്കിയേ, ഇവിടുന്ന് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വന്നാൽ ഈ എക്സ് വൈ പ്ലെയിനിൽ വന്നത് ഹിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഇന്നാൾ റിഫ്ലക്ഷൻ്റെ ഇതിൻ്റെയും കേസ് പറഞ്ഞ പോലെ ഈ എക്സ് വൈ പ്ലെയിനിൽ വന്ന് കൊളൈഡ് ചെയ്തിട്ട് പകുതി പാർട്ട് ഇവിടുന്ന് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കി പകുതി പാർട്ട് ഇവിടുന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പം നമ്മളത് ഓരോ പോയിന്റുകളും ശ്രദ്ധിക്കണം. The electromagnetic wave EMW is traveling from minus z to plus z direction. ഇവിടുന്ന് അങ്ങോട്ടാണ് ഡയറക്ഷൻ. So the component of velocity is in the direction of z axis. Then the electric field E is in the x-axis, B is in the y-axis,
ആൻഡ് ഏത് പ്ലെയിനിലാണ് ഇത് ഹിറ്റ് ചെയ്യുന്നതെന്നാ പറഞ്ഞേ? കൺസിഡർ എ പ്ലെയിൻ, കൺസിഡർ എ XY plane as in the figure is the boundary of the two linear media അല്ലേ? നമ്മളിവിടെ രണ്ട് മീഡിയത്തിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് റിഫ്ലക്ഷനും തിരിച്ചു പോരണല്ല ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ ഫസ്റ്റ് മീഡിയ ആയിട്ടും ഇതിനെ നമ്മൾ സെക്കൻഡ് മീഡിയ ആയിട്ടും എടുക്കുക. അപ്പം ഈ ഫിഗറിൽ കാണിച്ച പോലെ ഈ മഞ്ഞ ലൈനുകൾ കൊടുത്തിരിക്കുന്ന ദിസ് XY പ്ലെയിൻ is the boundary between two linear media. ഇനി നമുക്ക് ഒന്നാമത്തെ വേവിന്റെ കാര്യം കൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഇൻസിഡന്റ് വേവ് എടുത്താൽ ആ വേവിന്റെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇപ്പൊ പറയാൻ പോകുന്ന പോലെയാണ്. നോക്കണം, വെലോസിറ്റി ഈ ഡയറക്ഷൻ അല്ലേ, വെലോസിറ്റി ഓഫ് ദ ഇൻസിഡന്റ് വേവ്. ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് എക്സ് ആക്സിസ് തന്നെ. സോ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ ഇൻസിഡന്റ് വേവ്, magnetic field in the y-axis, so B of incident. ഇനി ഇത് ഇവിടുന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇവിടെ വന്ന ബൗണ്ടറി കണ്ടീഷനിൽ ഹിറ്റ് ചെയ്ത് വൺ പാർട്ട് റിഫ്ലക്റ്റ് ചെയ്തു. റിഫ്ലക്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം, വെലോസിറ്റിയുടെ കമ്പോണന്റ് ഇവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ എങ്ങോട്ടാകും അർത്ഥന? ഇങ്ങോട്ട് പോയ വെലോസിറ്റിയുടെ കമ്പോണന്റ് റിഫ്ലക്ഷന്റെ കേസിൽ എങ്ങോട്ടാവും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സർ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓർ മൈനസ് എക്സ് ഡയറക്ഷൻ. സോ അതുപോലെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, ബിയുടെ ഡയറക്ഷൻ ഇതിപ്പോൾ പോസിറ്റീവ് വൈയിലാണെങ്കിൽ റിഫ്ലക്ഷന്റെ കേസിൽ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്താൽ പിന്നെ തിരിച്ച് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് പോണത്. ദാറ്റ് മീൻസ് ഒരു മിറർ ഇമേജ് പോലെ ആയിരിക്കും. ബി റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയായിരുന്നു ഇൻസിഡന്റ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങോട്ട്, വെലോസിറ്റി ഓഫ് റിഫ്ലക്ഷൻ ഇൻസിഡന്റ് ഓപ്പോസിറ്റ് ആയിട്ട് മൈനസ് ഇസഡില്. Electric field, there is no change. Electric field of the reflection, that means the polarization is take place in the x-axis. അതാണ് അതിൻ്റെ അർത്ഥം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് ഇറ്റ്സ് കമ്പോണന്റ് എന്ന് പറയാം അല്ലേ. ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ വേവിൻ്റെ ഇവിടെ നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യണം, XY പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ റിഫ്ലക്ഷൻ്റെ വരയ്ക്കുമ്പോഴത്തേന് E ഓഫ് R അല്ലെങ്കിൽ ഈ വി ആറിനെ അല്ലേ നമുക്ക് -V1 എഴുതത്തില്ലേ? ശരിയല്ലേ? ബിക്കോസ് ഇതാ VI എന്ന് പറയുന്നത് V1 ആണെങ്കിൽ ഫസ്റ്റ് മീഡിയത്തിൽ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു 1 എടുക്കാം, ഇവിടുത്തെ 2 എടുക്കാം. V1 ആണെങ്കിൽ ഇതിങ്ങ് തിരിച്ചു പോവുകയാണ്, അപ്പോൾ VR എന്നായിരിക്കും -V1 എടുക്കാം. സോ ദിസ് ഈസ് ദ കേസ് ഓഫ് ഇൻസിഡന്റ് വേവ് for the electric field, magnetic field and velocity. This is a case of the wave of reflection for the electric field, magnetic field and direction of propagation. Now consider the transmitted wave. Transmitted wave എങ്ങനെയായിരിക്കും? ഇവിടുന്ന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ same as in the direction of EI. So ER is here. ഇവിടുന്ന് ഈ വേവ് വന്ന് ഇങ്ങനെ തന്നെ കടന്നു പോകും. therefore BR is here. ബട്ട് വെലോസിറ്റിയുടെ വാല്യൂ എങ്ങനെയാവും? V2 ആവും അല്ലേ. ദിസ് ഈസ് ദ ഫസ്റ്റ് മീഡിയ വിത്ത് വെലോസിറ്റി V1 ആൻഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് K1 ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1. This is a second media with velocity V2 with wave vector K2 and refractive index N2. So we can write here as the velocity is changed at this boundary and the velocity is V1 become V2. So this is the variation for that values. Velocity മാറാം,
കെ വെക്ടർ മാറാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? അവിടെ ഇ ഓഫ് ആർ എന്ന് എഴുതില്ല, ബിക്കോസ് ദാറ്റ് ഈസ് ദ ട്രാൻസ്മിറ്റഡ് വേവ്. സോ ദിസ് ഈസ് ഇ ഓഫ് ട്രാൻസ്മിഷൻ, this is B of transmission, this is velocity component in the second media V2. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, താമസം ഒന്നുകൂടെ പറയാം. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇവിടുന്ന് മൈനസ് ഇസഡ് ഡയറക്ഷനിലെ മൈനസ് ഇൻഫിനിറ്റി എന്നിരിക്കട്ടെ, മൈനസ് ഇസഡിൽ നിന്ന് പ്ലസ് ഇസഡ് ഡയറക്ഷനിലേക്ക് പോവാണ്. അതിൻ്റെ വെലോസിറ്റിയുടെ അല്ലെ പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ ഇസഡ് ആണ്. അതിൻ്റെ എക്സ് ആക്സിലാണ് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, വൈ ആക്സിസിലാണ് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ആൻഡ് ഈ മഞ്ഞ ലൈൻ കൊണ്ട് ഇങ്ങനെ ക്രോസ് വരച്ചു വെച്ചിരിക്കുന്നതാണ് ദ ബൗണ്ടറി. ടെക്സ്റ്റിൽ ഇങ്ങനെ എക്സും വൈയും ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രിഫിത്തിന്റെ ടെക്സ്റ്റ് ബുക്ക് ആ പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യാനാണ് കേട്ടോ. എക്സിന്റെ ഈ എക്സിന് പാരലായിട്ട് ഈ ലൈൻസ് വരയ്ക്കണം, സോറി വൈക്ക് പാരലായിട്ട് ഈ ലൈൻസ് ഇങ്ങനെ വരയ്ക്കണം, എക്സിന് പാരലായിട്ട് ഇങ്ങനെ ലൈൻസ് വരയ്ക്കണം. അപ്പൊ നമ്മൾ പറയുന്നു എക്സ് വൈ എന്നൊരു പ്ലെയിൻ എടുത്തു, ആ പ്ലെയിനിൽ അല്ലെങ്കിൽ ആ ബൗണ്ടറിയിൽ വെച്ചു നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും സംഭവിക്കുന്നു. അതിന് മുമ്പുള്ളത് ഫസ്റ്റ് മീഡിയ, അതിന് ശേഷമുള്ളത് സെക്കൻഡ് ലീനിയർ മീഡിയ. ഫസ്റ്റ് മീഡിയയിലെ വെലോസിറ്റി V1, സെക്കൻഡ് മീഡിയയിലെ വെലോസിറ്റി V2. ദെൻ ഇസഡ് ഡയറക്ഷനിലാണ് വെലോസിറ്റി ഫസ്റ്റ് മീഡിയയിൽ. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ആക്ച്വലി മിറർ ഇമേജ് പോലെയാവും. VI ഓപ്പോസിറ്റ് ഇസഡ് ഡയറക്ഷനിലായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ ഇപ്പൊ ഈ പോസിറ്റീവ് വൈയിലാ കിടന്നെങ്കിൽ തിരിച്ച് നെഗറ്റീവ് വൈയിലാവും. റിഫ്ലക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ദർ ഇസ് നോ ചേഞ്ച് ബിക്കോസ് ദ പോളറൈസേഷൻ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ എക്സ് ആക്സിസ്. ഏത് എക്സ് ആക്സിലാണോ അതിന് പോളറൈസേഷൻ നടക്കുന്നത്, ആ ആക്സിസിലെ കമ്പോണന്റിന് വ്യത്യാസങ്ങൾ സംഭവിക്കില്ല. അപ്പൊ നമുക്കിവിടെ പറയാം ദ ഇസഡ് ഡയറക്ഷനിൽ വരുന്ന വേവ് ഈസ് പോളറൈസ്ഡ് ഇൻ ദ എക്സ് ആക്സിസ് എന്നൊരു ടേമും കൂടെ പറയും. And this electromagnetic wave polarized in the x direction. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഓരോന്നിൻ്റെയും കമ്പൗണ്ട് എഴുതുന്നത് E0 e⁻⁰ ഇൻറ്റു KZ മൈനസ് ω t പ്ലസ് 1. ഇവിടെ K1 ആണ്, V1 ആണ്, N1 ആണ്. ഇവിടെ പുതിയൊരു മീഡിയ ആണ്, അപ്പോൾ വെലോസിറ്റി V2, പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് K2, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N2. ഇൻസിഡന്റ് നമുക്ക് EI, BI, VI എന്ന് എഴുതാം. BI ഈ ഡയറക്ഷൻ ആയതുകൊണ്ട് V1 എടുത്തു. റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് -V1 ആയി. ട്രാൻസ്മിറ്റ് ചെയ്തപ്പോൾ അത് സെക്കൻഡ് മീഡിയത്തിന്റെ വെലോസിറ്റി ആയി V2 ആയി. ഇതാണ് അതിന്റെ ഇൻട്രഡക്ഷൻ പാർട്ടായിട്ട് പറയേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയോ വിഷ്ണു? ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ. ദെൻ ആദ്യം നമുക്ക് ഇൻസിഡന്റ് വേവ് എടുക്കാം. ഇൻസിഡന്റ് വേവിന്റെ ഇക്വേഷൻ എങ്ങനെയാവും? ദാറ്റ് മീൻസ് ദ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് EI ഓഫ് ZT. അതായത് ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ ഇസഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു E0I ഇൻറ്റു പറഞ്ഞ വിഷ്ണു e⁻⁰ ഇൻറ്റു KZ മതിയോടോ? K1 ഉം K2 ഉം അവിടെ എഴുതിയില്ലായിരുന്നോ? K1 Z minus ω t plus 5. നമുക്ക് ω t വരെ എഴുതാം. ഇല്ല, എല്ലാത്തിലും നീണ്ടു ഏറ്റവും അവസാനം ΔF ആഡ് ചെയ്യാം, പോരെ? ഇനി ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിലാണോ വൈ ഡയറക്ഷനിലാണോ ഇസഡ് ഡയറക്ഷനിലാണോ കിടക്കുന്നത്?
ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ് കിടക്കണേ? എക്സ്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ വിത്ത് എ യൂണിറ്റ് വെക്ടർ എക്സ്. ക്ലിയർ അല്ലേ? ഒരു സംശയമില്ലല്ലോ. ഐ ഈസ് ഈക്വൽ ടു E0 e റൈസ് ടു I ഇൻറ്റു KZ മൈനസ് ഒമേഗ ടി ഇൻറ്റു യൂണിറ്റ് വെക്ടർ എക്സ്. എന്നാൽ BI ഓഫ് ZT ബിനിൽ നിന്നുണ്ടോ? സാർ ഇപ്പൊ വന്നു സാർ. അപ്പൊ കാര്യമില്ല, വെയിറ്റ് ചെയ്യൂ. ലിജിന പറഞ്ഞ ലിജിന, BI ഓഫ് ZTയുടെ ഇക്വേഷൻ. BI of B0I e raised to I into e raised to I into k1z minus K1Z minus omega t into y cap. into unit vector y. Very good. ഇനി നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു B0യും E0യും നമ്മുടെ റിലേഷൻ എന്നാ? ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, ലിജിന് പറഞ്ഞു, B0 is equal to 1/c into E0. അങ്ങനെ പഠിച്ചില്ലേ? അല്ലേ? ഇവിടെ ഫസ്റ്റ് മീഡിയയിലല്ലേ ഇൻസിഡന്റ്? ഇൻസിഡന്റ് വേവ് എന്ന് പറയുമ്പം ഫസ്റ്റ് മീഡിയക്കകത്തോടെയല്ലേ ഇൻസിഡന്റ് വേവ് തന്നെ ഇവിടെ ഈ പാട്ടില്, അല്ലേടോ? അപ്പം ഈ B0 E0 എന്ന് പറയുമ്പം ഇവിടെ ഒരു മീഡിയ ആയതുകൊണ്ട് ലൈറ്റിന്റെ അല്ലെ സിയുടെ വെലോസിറ്റി ആയാൽ അതിന് പകരം നമുക്ക് എന്നാന്ന് എഴുതാം? 1/v1 എഴുതാം. ശരിയല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെയാവും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v1 E0 I. ഇവിടെ I എഴുതാത്ത മുഴുവൻ പറയണം. E0 I into e raised to I k1z minus omega t y cap. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോണം, തന്നെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നടക്കില്ല. മനസ്സിലായി സർ. Good. Thank you. So these are the two equations, this one and this one, that is equation number 15. രണ്ടും കൂടെ ചേർത്ത് ഇക്വേഷൻ നമ്പർ 15 ആയിട്ട് എഴുതുക. 14 വരെയല്ലേ നമ്മൾ എത്തിയേ? 14 ABC വരെ ആയിരുന്നു തോന്നണം. നോക്കിയേ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 15. ലിജിന ശരിയല്ലേ? ഓക്കെ. Now consider the reflected wave. Reflected wave എടുത്തേ. Reflected wave എന്ന് പറയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്നാകും? -v1 കൊടുക്കാം അല്ലേ? തിരിച്ചിങ്ങോട്ട് പോരും. സോ അതുപോലെ K1 എന്നുള്ളത് എങ്ങനെയാകും? -K1. ഇത് രണ്ടുമാണ് നമ്മുടെ വേവ് ഇക്വേഷനിൽ വ്യത്യാസം വന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ദ റിഫ്ലക്റ്റഡ് വേവ് അറ്റ് എനി പർട്ടിക്കുലർ റിസർവോയർ T, electric field component equal to E0 reflected into e raised to I into minus K1Z minus omega t into unit vector x. Similarly, BR at a point ZT in equal to B0R into B0R into e raised to I into minus K1Z minus omega t into y cap. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്നാന്ന് എഴുതാം? B0 എന്ന് പറഞ്ഞാൽ B0 equal to E0 by C or B equal to E by V. ഇവിടെ V എന്ന് പറയണത് ഈ ഡയറക്ഷനിലേക്ക്, അപ്പം മൈനസ് വരും, minus E0 by V. So that is equal to minus 1/v1 into E0R into e raised to I into K1Z minus omega t into
unit vector y. Other substitution. So we obtained the case of reflection. This is the for the electric field. Sir, That is- minus K1 വരൂല ഇവിടെ. മോളത്തെ അതേ സ്റ്റെപ്പ് ഇവിടെ മൈനസ് K1. Good. That is equal to, this is for equation number 16. This is also for equation number 16. ശരിയല്ലേ? വേറെ എന്തെങ്കിലും തെറ്റ് വന്നോ? ഇല്ലല്ലോ. വെലോസിറ്റി തിരിച്ച് റിഫ്ലക്ഷൻ ആയപ്പോൾ നെഗറ്റീവ് കൊടുത്തു. കെ എന്ന് പറയുന്ന വെക്ടറിന് മൈനസ് കൊടുത്തു. e raised to I minus K1 is minus omega t minus K1 is minus omega t. B equal to E by C or E by V. V negative and minus 1 by V1. Clear അല്ലേ? മനസ്സിലായോ? ഹലോ, മനസ്സിലായി. നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ക്ലാസ് കഴിഞ്ഞ് പോകും. സോ ഇനി ഏതാണ് ആദ്യം നമ്മൾ ഏതാ എഴുതിയ? ഇൻസിഡന്റ് എഴുതിയ. ഇൻസിഡന്റ് എഴുതി, റിഫ്ലക്റ്റഡ് എഴുതി. നെക്സ്റ്റ് കൺസിഡർ ദ ട്രാൻസ്മിറ്റഡ് വേവ്. എന്നാൽ ട്രാൻസ്മിറ്റഡ് വേവിന്റെ തന്നെ എഴുതിക്കുക എല്ലാവരും. ട്രാൻസ്മിറ്റഡ് വേവിന്റെ ഈ ട്രാൻസ്മിറ്റഡ് ഇൻ ZT ആൻഡ് ഓൾസോ ബി ട്രാൻസ്മിറ്റഡ് ഇൻ ZT. ഈ ട്രാൻസ്മിറ്റഡ് ഓഫ് ZT is equal to പറ. E0t into e raised to I into E0t ഞാൻ എഴുതട്ടോ. e raised to I into K2Z minus omega t second medium minus omega t into unit y vector cap. y. അയ്യോ x cap. എല്ലാം ശരിയാക്കി വെച്ച് അവിടെ കൊണ്ടുപോയി. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ എക്സ് ആക്സിസ്. പടം വരച്ചാൽ ഇത് തെറ്റിപ്പോയാലും എല്ലാം തെറ്റും. ദെൻ BT is equal to B0t 0t എന്ന് പകരം എന്നാന്ന് കൊടുക്കാം? ഇതുപോലെ ആക്കണ്ടായിരുന്നോ? E0 by V2. E0t divided by second medium അല്ലേ? 1 by V1 ആയിരിക്കോ V2 ആയിരിക്കോ? V2 2 into E0t e raised to I into K2Z minus K2Z minus omega t into y cap. That is both are equation number 17. എല്ലാവർക്കും കിട്ടിയോ? ഇനി ഞാൻ ബൗണ്ടറി അറ്റ് ദ ബൗണ്ടറിയിലെ കുറച്ച് കണ്ടീഷൻസ് പറയുവാണ്. അത് ഈ ചാപ്റ്ററിലുള്ളതല്ല, ഇതിന് മുമ്പത്തെ ചാപ്റ്ററിലുള്ളതാണ്. അത് ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ തെളിയിക്കാൻ പറ്റും. അപ്പൊ ഇനിയുള്ളതൊന്ന് നോട്ട് എന്ന് വല്ലതും പറഞ്ഞൊന്ന് എഴുതിയിട്ടേര്. ഇങ്ങനെയാണ് പറയണത്. ഇപ്പൊ നമുക്കൊരു XY Z ആക്സിസിൽ ഈ പോയിന്റ്, ഇത് മൈനസ് Z, ഇത് പ്ലസ് Z ആണ്. ഈ പോയിന്റിന്റെ ഇസഡിന്റെ വാല്യൂ എത്രയാണ്? 0 അല്ലേ? അറ്റ് Z is equal to 0, we can consider the boundary, or that point is the boundary between two linear media. ഈ ലീനിയർ മീഡിയ എന്ന് പറഞ്ഞ ഒരു കാര്യം ഓർക്കണേ, അത് ഇൻസുലേറ്റിംഗ് മീഡിയ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ലീനിയർ മീഡിയ മീൻസ് that is an insulating media. ഇൻസുലേറ്റിംഗ് മീഡിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നായിരിക്കും? അവിടെ ഒരു ഫ്രീ ചാർജുകളോ അല്ലെ സർഫസ് ചാർജുകളോ ഒന്നുമില്ല. സോ ഒരു ലീനിയർ മീഡിയ ഈസ് ഓൾവേസ് ബി ആൻ ഇൻസുലേറ്റിംഗ് മീഡിയ. The surface charge and charge density, everything in that media is equal to 0. Now, at this boundary condition, epsilon 1 E1 perpendicular minus epsilon 2 E2
perpendicular E2 sigma F, sorry, sigma suffix F, and B1 perpendicular minus B2 perpendicular E2 0 equal to 0, E1 parallel minus E2 parallel equal to 0, or B1 by mu1 parallel by mu1 minus B2 parallel by mu2 is equal to KF into unit vector in that direction. ഇതാണ് ആക്ച്വലി ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെയാണെങ്കിൽ Z ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വേവിന് റിഫ്ലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബൗണ്ടറി കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഇക്വേഷൻ, ജനറൽ ഇക്വേഷൻ, ഇതിൻ്റെ അർത്ഥം ഇതാണ്. ഈ ε1 ഫസ്റ്റ് മീഡിയത്തിൻ്റെ പെർമബിലിറ്റി ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് കമ്പോണൻറ്റ് perpendicular component of the electric field in first medium minus second medium അതേ ക്വാണ്ടിറ്റി കൊണ്ട് കുറച്ച് സിഗ്മ എഫ് കിട്ടും. ഇതിൻ്റെ അർത്ഥം എന്നാണ്? ഫസ്റ്റ് മീഡിയത്തിലെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ബി ഇതങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈക്വൽ ടു സെക്കൻഡ് മീഡിയത്തിലെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഓഫ് ബി ആവും. ഇനി നമ്മൾ എന്നാ പറഞ്ഞാൽ ലീനിയർ ഇൻസുലേറ്റിംഗ് മീഡിയ ആണെങ്കിൽ ദാറ്റ് ഈസ് സിഗ്മ എഫ് 0 ആയിരിക്കും, അതുപോലെ കെ എഫും 0 ആയിരിക്കും. where sigma f is the എന്താണ് ഫ്രീ ചാർജ് ഡെൻസിറ്റി. and kf is the free surface current density. So നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഇക്വേഷന്റെ ഈ ടേമിന്റെ വാല്യൂ എത്രയായി പോവും? that is equal to 0 and also this term is equal to 0. Now consider this two equation. എന്ന് പറഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആണെങ്കിൽ consider 3. 3 means Roman 3. അപ്പോൾ എങ്ങനെയാവും? E1 parallel minus E2 parallel equal to 0 or E1 parallel equal to E2 parallel. ഓക്കെ, അപ്പം ഫസ്റ്റ് മീഡിയത്തിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് മീഡിയത്തിലെ ഇലക്ട്രിക് ഫീൽഡ് കമ്പോണന്റ്. ഫസ്റ്റ് മീഡിയത്തിൽ നമ്മൾ ഇങ്ങനെ വന്ന് ഹിറ്റ് ചെയ്യുമ്പം ഇങ്ങോട്ട് വന്ന ഇൻസിഡന്റ് കമ്പോണന്റും ഉണ്ട്, ഇവിടുന്ന് തിരിച്ചു പോയ റിഫ്ലക്റ്റഡ് കമ്പോണന്റും ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E0 ഇൻസിഡന്റ് പ്ലസ് E0 റിഫ്ലക്റ്റഡ് is equal to E0 transmitted. That is equation number 80. Similarly, consider equation number 4. അതിന് എങ്ങനെ എഴുതാം? B1 by mu1 equal to B1 parallel by mu1 മൈനസ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി അപ്പുറം 0 ആയതുകൊണ്ട് ഈക്വൽ ടു B2 പാരലൽ ബൈ mu2 ഫസ്റ്റ് മീഡിയത്തിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ്. അപ്പൊ എങ്ങനെ എഴുതണം? ഈ mu1 ഉണ്ട്, അപ്പൊ 1/mu1. ഈ ഒരു ഇക്വേഷനിലാണ് നിങ്ങൾക്ക് സംശയം വന്നത്. മുമ്പേ എഴുതിയ ഇക്വേഷനിൽ നിന്ന് നേരെ ഇത് എഴുതാന്ന് പറഞ്ഞ് ഈ ഇക്വേഷൻ എഴുതിയേക്കോ ടെക്സ്റ്റിൽ. അത് എവിടുന്ന് വന്നു എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഈ വെരി കെയർഫുൾ. B1ന്റെ വാല്യൂ എന്നായിരുന്നു, അല്ലെങ്കിൽ B0യുടെ വാല്യൂ 1/v into E0 I ആയിരുന്നു. അപ്പോൾ 1/ ഫസ്റ്റ് മീഡിയത്തിന്റെ V1 E0 ഇൻസിഡന്റ് മൈനസ് റിഫ്ലക്ട് ചെയ്തപ്പം V1 എന്നുള്ള മൈനസ് V1 ആയതുകൊണ്ട് 1/v1
E0R is equal to 1 by mu2 into 1 by V2 E0 transmitted. That is also equation number 80. മനസ്സിലായോ? ഇച്ചിരി കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞത് ഇതിനു വേണ്ടിയാണ്. ഫ്രം പ്രീവിയസ് ഇക്വേഷൻ നമ്മൾ എഴുതിയ ഇക്വേഷനിൽ ഇത് രണ്ടും എഴുതാം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവോ ബിനിലെ? മനസ്സിലാവില്ലായിരുന്നു സാർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അറ്റ് ഇസഡ് ഈക്വൽ ടു 0 ഈ പോയിന്റിലെ ബൗണ്ടറി കണ്ടീഷനെ റീകോൾ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പാരലൽ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റുകളുടെ റിലേഷനാണിത്. ഇനി നമ്മുടെ മീഡിയം ഒരു ഇൻസുലേറ്റിംഗ് ആയതുകൊണ്ട് സിഗ്മ എഫും കെ എഫും 0 കൊടുത്തു കഴിയുമ്പം ഇതെല്ലാം ഒന്നും ഇവിടെ ആവശ്യമില്ല, ഇത് രണ്ടും ആവശ്യമുള്ളൂ. ശരി, ഇതിനെ രണ്ടിനെയും നമ്മൾ എടുത്തു കഴിയുമ്പോൾ നോക്കി E1 പാരലൽ മൈനസ് E2 പാരലൽ അല്ല E1 പാരലൽ ഈക്വൽ ടു E2 പാരലൽ. E1 ഫസ്റ്റ് മീഡിയത്തിൽ എന്തൊക്കെയുണ്ട്? ഇൻസിഡൻറ്റും റിഫ്ലക്റ്റഡും ഉണ്ട്. ഇവിടെയും വന്നപ്പോൾ അങ്ങനെ തന്നെ ഇൻസിഡൻറ്റ് കമ്പൗണ്ടും റിഫ്ലക്റ്റഡ് കമ്പൗണ്ട്. സെക്കൻഡ് മീഡിയത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി ട്രാൻസ്മിറ്റഡ് കമ്പൗണ്ട്. ഇനി B1 പാരലൽ ഈക്വൽ ടു B2 പാരലൽ അല്ല, ഇൻ ദാറ്റ് കേസ് 1 by mu1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യം. അപ്പോൾ 1 by mu1 ഇൻറ്റു B1 പാരലൽ ഇവിടെ B0 ആയി എന്ന് എഴുതിയാലും മതി. ഇവിടെ E0 ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പൗണ്ട് ഇത് എഴുതിയത് കൊണ്ട് ഇതിനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പൗണ്ട് മുമ്പേ കണ്ടുവച്ചിട്ടുണ്ട്. ആ ആൻസറിലേക്ക് കൊടുത്തു. ബോത്ത് ആർ ഇക്വേഷൻ നമ്പർ 8. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഇതിന് ഇക്വേഷൻ നമ്പർ 18 ഇതിന് ഇക്വേഷൻ നമ്പർ 19 കൊടുക്കണം കേട്ടോ. എൻ്റെ നോട്ടിൽ 19 ഇല്ല, നമ്മുടെ രണ്ടുപേരുടെയും ഇക്വേഷൻസ് മുഴുവൻ മാറിപ്പോകും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് E0I പ്ലസ് E0R ഈക്വൽ ടു E0T, ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 18. Then 1 by mu1 this equation, that is equation number 90. Equation number 90 എന്ന് പറഞ്ഞാൽ 1 by mu1 ബിനിലെ 1 by mu1 ബ്രാക്കറ്റ് 1 by V1 E0I 1 by V1 E0I minus 1 by V1 minus 1 by V1 E0R is equal to 1 by mu2. 1 by mu2 സെക്കൻഡ് മീഡിയ ആയതുകൊണ്ട് കേട്ടോ mu2 കൊടുത്ത്. 1 by V2 E0T ഇങ്ങനെ എഴുതി. ഇതിനകത്ത് V1 കോമൺ അല്ലേ? സ്റ്റെപ്പ് നോക്കിയാൽ പെട്ടെന്ന് ഇനി 1 by mu1 V1 എഴുതാലോ ഇൻറ്റു E0I മൈനസ് E0R ഈക്വൽ ടു 1 by mu2 into mu2 V2 into E0T. ശരിയല്ലേ? സോ ഇതിനെ ഇങ്ങ് കൊണ്ടുപോകാം. സോ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. E0I മൈനസ് E0R ഈക്വൽ ടു mu1 V1 ഡിവൈഡഡ് ബൈ mu2 V2 into E0T. ഇനി ഈ V1 ബൈ V2നെ വീനെ ഞാൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ടൈമിൽ എഴുതുക. നമുക്കറിയാം N എന്ന് പറയുന്നത് C/V ആ. അപ്പം ഇതിനെ എങ്ങനെ എഴുതാം? mu1 V1 V ഈക്വൽ ടു C/N C/N1 ഡിവൈഡഡ് ബൈ mu2 ഇൻറ്റു C/N2. N2 മോളിൽ പോവും ഇൻറ്റു E0T N2 mu1 divided by mu2 N2 into E0T. വേണമെങ്കിൽ നമുക്ക് ഒരേപോലെ എഴുതാം. mu1 N2 divided by mu1 N2 divided by mu2 N1 തിരിച്ച് താഴെ വരും. mu2 N1 into E0T is equal to E0I minus E0R. This is equation number 19. This is taken as equation number 20. Clear ആയോ സ്റ്റെപ്പുകൾ? ഒന്നും ചെയ്തില്ല, നേരെ ഇവിടെ നിങ്ങൾ എഴുതാമെന്ന് എഴുതിയാലും മതി.
പക്ഷെ എഴുതാൻ നിങ്ങൾക്ക് അത്ര വൈഹാർട്ടായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടിട്ട് ഞാൻ പുറത്തെടുത്തു, റീകോൾ ചെയ്തു, കോമൺ ആക്കി, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, വിക്ക് പകരം C/n കൊടുത്തു. ഡിവൈഡ് ചെയ്യാൻ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് മുകളിൽ പോകും, n1 താഴെ വരും. μ1 n2 by μ2 n1 ഈക്വൽ അത് ഇൻറ്റു E0t. ക്ലിയർ അല്ലേ? നൗ ഒരു കാര്യം ചെയ്ത് ഇതിന് ഇക്വേഷൻ നമ്പർ 20 എഴുതണ്ട. ഈ ടേമിനെ ബീറ്റ എന്ന് എടുത്തു. This term is beta. Then we can write it as E0i instant minus E0 reflected is equal to beta into E0 transmitted. That is equation number 20. Where beta is equal to μ1 n2 divided by μ2 n1. mu എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ആയിരുന്നു കേട്ടോ. പെർമിയബിലിറ്റിയും എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പെർമിറ്റിവിറ്റി, എന്ന് പറയുന്ന ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. രണ്ട് മീഡിയത്തിൻ്റെ, ഫസ്റ്റ് മീഡിയത്തിൻ്റെ കൂടെ വന്നത് സെക്കൻഡ് മീഡിയത്തിൻ്റെ ആണെന്ന് ഓർക്കണം. സെക്കൻഡ് മീഡിയത്തിൻ്റെ പെർമിയബിലിറ്റിയുടെ വന്നത് ഫസ്റ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ നമ്പർ 20. ഇക്വേഷൻ 18 എന്നായിരുന്നു? E0i plus ഒരു സെക്കൻഡേ. E0i plus E0r is equal to E0 സോറി പേനായി ഡബിൾ ക്ലിക്ക് ചെയ്താൽ അങ്ങനെ വരും. E0r is equal to E0t. E0t transmitted. That is equation number 18. Consider 18 and 20. E0i minus E0r equal to beta into E0t. That is equation number 20. Consider ഏതൊക്കെയാണ്? ഇക്വേഷൻ നമ്പർ 18 ആൻഡ് 20. ഇത് രണ്ടും കൂടെയും ആഡ് ചെയ്താൽ എങ്ങനെ കിട്ടും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ E0 ഇത് രണ്ടും കൂടെയും കൂട്ടാൽ ഇത് രണ്ടും ക്യാൻസൽ ആയി പോകും. 2E0i ഈക്വൽ ടു കൂട്ടുമ്പോൾ ഇവിടെ 1E0t 1 പ്ലസ് ബീറ്റ ഇൻറ്റു E0t. ഇനി ട്രാൻസ്മിറ്റഡിൻ്റെ കമ്പൗണ്ട് ആണ് വേണ്ടത്. E0 ട്രാൻസ്മിറ്റഡ് ഈസ് ഈക്വൽ ടു ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യണം. 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ ഇൻറ്റു E0i. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 21. നോക്കി, ട്രാൻസ്മിറ്റഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചാണിത്. E0t കണ്ടുപിടിച്ചു. ക്ലിയറല്ലേ? രണ്ട് ഇക്വേഷൻ കൂട്ടുക, E0t അവിടെ നിർത്തുക. ഇനി നോക്കി, 18ഉം 20ഉം കുറയ്ക്കുക. കുറച്ച് വെച്ച് ഇതിൽ നിന്ന് കുറയ്ക്കുമ്പം ഇത് രണ്ടും 0 ആയി പോവും. ഇതെന്ന് പറയും ഇതേ മൈനസ് അത് 2E0r ഈക്വൽ ടു അങ്ങനെ വരും. E0t minus അതായത് 1 മൈനസ് ബീറ്റ എന്ന് കൊടുത്താൽ പോരെ. 1 മൈനസ് ബീറ്റ ഇൻറ്റു E0t. ശരിയല്ലേ? ഇതേ മൈനസ് ഇത്. ശരി. ഇനി ഇവിടെ ശ്രദ്ധിക്കണം, E0t ആണ് കണ്ടുപിടിച്ചത്. E0r ഉത്തരം ഇൻസിഡന്റിന്റെ ടേമിലാണ് കണ്ടുപിടിച്ചല്ലേ? ട്രാൻസ്മിറ്റഡ് ഇൻ ടേംസ് ഓഫ് ഇൻസിഡന്റ്. അപ്പൊ E0 ട്രാൻസ്മിറ്റഡും E0 ഇൻസിഡന്റും തമ്മിൽ റിലേഷൻ ഉണ്ടോ കയ്യിലും? തൊട്ട് മുമ്പ് നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ പറഞ്ഞോ? ഇതിനകത്ത് നമുക്ക് എന്നാന്ന് എടുക്കാം? E0 transmitted is equal to 2 by
1 പ്ലസ് ബീറ്റ ഇൻറ്റു E0 I ഇങ്ങനെ എടുക്കത്തില്ലേ? That is equal to 1 minus beta into 2 divided by 1 plus beta into E0 I. ഇവിടെ ഇക്വേഷൻ നമ്പർ 18 അങ്ങ് ഉപയോഗിച്ചാൽ മതി. അല്ല സോറി, ഇതിന് 21 കൊടുക്കുക. അപ്പം കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 21 ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അതിങ്ങനെ കിട്ടും. Therefore E0 R എന്ന് പറയണത് E2 ഇവിടെ താഴെ വരും. E2 ക്യാൻസൽ ചെയ്യാം. 1 minus beta divided by 1 plus beta into E0 I. That is equation number 22. പറ. E0T is equal to 2 E0 I by അങ്ങനെ വേണ്ട, 2 by കോൺസ്റ്റന്റ് ഏതായിരുന്നു? 1 plus beta 1 plus beta into E0 I. E0 I. ഇപ്പൊ 22 എന്നാ കിട്ടിയ? E0 R in terms of E0 I എത്ര കിട്ടി? 1 minus beta by 1 minus beta divided by 1 plus 1 beta. plus beta. That is 21 and 22. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കൺസിഡർ 2 മീഡിയ അല്ലെ, 2 മീഡിയത്തിലെ mu1ഉം mu2ഉം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ബീറ്റയുടെ വാല്യൂ എന്നാണ്? mu1 n2 by mu2 n1. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് 1 എന്നുള്ള കൺസെപ്റ്റിൽ വെട്ടിക്കളയാം. അപ്പം ബീറ്റ ഈക്വൽ ടു n2 by n1 ആവും. സി ബൈ വി അല്ലേ? ഇപ്പം n2ന് പകരം സി ബൈ V2 ഡിവൈഡഡ് ബൈ സി ബൈ V1. വിൽക്രം എടുത്ത് റെസിപ്രോക്കറ്റ് സി ബൈ V2 ഇൻറ്റു V1 ബൈ സി. ദാറ്റ് ഈസ് ഈക്വൽ ടു V1 by V2. Therefore beta is equal to V1 by V2. ഇനി ഈ ബീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ബീറ്റ ഇൻ 21 ആൻഡ് 22. ഇപ്പൊ 21 എങ്ങനെയാവും? E0T ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റയ്ക്ക് വരെ എന്നാ പറഞ്ഞേ? V1 by V2 into E0 I. That is equal to V2 ഇങ്ങോട്ട് ഗുണിക്കാം 2 by V2 plus V1 ഡിവൈഡഡ് ബൈ V2 ആണ്. അപ്പം അത് മുകളിൽ പോയി കഴിഞ്ഞാൽ 2V2 into E0 I. Very very important. That is equation number 23. വെലോസിറ്റിയുടെ ടൈമിൽ എക്സ്പ്രസ് ചെയ്തെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ E0 R നമ്മളുടെ ഇക്വേഷൻ നമ്പർ 22 എടുത്തു കഴിഞ്ഞാൽ E0 R ഈക്വൽ ടു 1 മൈനസ് ബീറ്റ. ബീറ്റയുടെ വാല്യൂ V1 by V2 divided by 1 plus V1 by V2 into E0 I. That is equal to V2 minus V1 by V2 divided by V2 plus V1 by V2 into E0 I. മുകളിൽ പോയി ക്യാൻസൽ ചെയ്യാൻ. ദാറ്റ് ഇസ് ഈക്വൽ ടു V2 minus V1 divided by V2 plus V1 into E0 I. ശരിയല്ലേ? E0 I തന്നെയല്ലേ? എങ്ങനെ തെറ്റിപ്പോയൊന്നുമില്ല. നോക്കി ഇത് രണ്ടും നിങ്ങൾ തന്നെ ചെയ്തു വന്നായിരുന്നോ? ഈ രണ്ട് ഇക്വേഷനും ഇങ്ങനെ തന്നെ കിട്ടിയ? കിട്ടി സർ. That is equation number 23 and 24. This is 23. This is 24. പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. 21ലും 22ലും
ബീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പം വി ഒബ്റ്റെയിൻ ഇക്വേഷൻ നമ്പർ 23 ആൻഡ് 24. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിറ്റഡ് വേവിനെയും റിഫ്ലക്റ്റഡ് വേവിനെയും എന്തിൻ്റെ ടൈമിൽ എഴുതി? ബീറ്റയുടെ ടൈമിൽ എഴുതി അല്ലേ? ഇവിടെ ട്രാൻസ്മിറ്റഡ് വേവിനെ E0 ഇത് ട്രാൻസ്മിറ്റർ അല്ലേ? E0T ട്രാൻസ്മിറ്റഡ് വേവിനെയും റിഫ്ലക്റ്റഡ് വേവിനെയും വെലോസിറ്റിയുടെ ടൈമിൽ എഴുതി. നൗ ഇതിനെ തന്നെ എന്നിൻ്റെ ടൈമിൽ എഴുതണം. നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കാവോ? ഇൻ ടേംസ് ഓഫ് എൻ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ബീറ്റായ്ക്ക് പകരം N2/N1 എന്ന് കൊടുത്ത് ഇതിനകത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും E0 ട്രാൻസ്മിറ്റഡ് ഈക്വൽ ടു 2N1/N1 plus N2 into E0 I, and E0 reflected is equal to N1 minus N2 divided by N1 plus N2 into E0 I. That is equation number 23, 24, 25 and 26. അപ്പോൾ നോക്കിയേ, റിഫ്ലക്റ്റഡ് വേവും ട്രാൻസ്മിറ്റഡ് വേവിനെയും ബീറ്റയുടെ ടൈമിൽ എഴുതി. ബീറ്റയുടെ ടൈമിൽ എഴുതി. പിന്നെ ഇവിടെ നമ്മൾ അതിനെ ട്രാൻസ്മിറ്റഡ് വേവിനെയും റിഫ്ലക്റ്റഡ് വേവിനെയും വെലോസിറ്റിയുടെ ടൈമിൽ എഴുതി. ദിസ് ടു. പിന്നെ നമ്മൾ അതിനെ രണ്ടിനെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടൈമിൽ എഴുതി. ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇവിടെ കൊണ്ട് നിർത്തിയാലോ? ഇനി അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ മുകളിൽ പോകും. പത്ത് മിനിറ്റോടെ കൊണ്ട് തീരും. ഇതിപ്പം റിഫ്ലക്റ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് വേവ് ഇൻ ദ ടേംസ് ഓഫ് ബീറ്റ, ഇൻ ടേംസ് ഓഫ് വെലോസിറ്റി ആൻഡ് ഇൻ ടേംസ് ഓഫ് റിഫ്രാക്റ്റീവ്. നൗ കൺസിഡർ ദ ഇൻറ്റൻസിറ്റി. അതായത് ഒരു മീഡിയത്തിലേക്ക് വന്ന് ഒരു വേവ് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടാക്കിയാൽ അവിടുത്തെ ഇൻറ്റൻസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ ആയിരുന്നു. നോക്കി, ഇക്വേഷൻ നമ്പർ 13 എന്ന് പറഞ്ഞ് എഴുതാൻ ഞാൻ പറഞ്ഞായിരുന്നു. ഇക്വേഷൻ നമ്പർ 13, I is equal to half ε0 വരെ എപ്സിലോൺ കൊടുക്കാം, മീഡിയ. സിക്ക് വരം വെലോസിറ്റി V എന്ന് കൊടുക്കാം, ഇൻറ്റു E0 സ്ക്വയർ. ഇതായിരുന്നു ഇക്വേഷൻ. ഹാഫ് C ε0 E0 സ്ക്വയർ. ഒരു മീഡിയത്തിലാകുമ്പം സിക്ക് പകരം V ആകും, ε0ക്ക് പകരം എപ്സിലോൺ ആകും. ക്ലിയർ അല്ലേ? ഇനി ഒരു കണ്ടീഷൻ പറയുക. ഇഫ് μ1ഉം μ2ഉം μ0യും തുല്യമാണെന്നിരിക്കട്ടെ, then we can write it as the R, coefficient of reflection, equal to intensity of reflection divided by intensity of incident. Intensity of reflection ഇതിനകത്ത് എങ്ങനെ എഴുതാം? ഹാഫ് എപ്സിലോൺ റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ ഏത് മീഡിയയിലോട്ടാ? V1 ഫസ്റ്റ് മീഡിയ തന്നെ. പിന്നെ E0R സ്ക്വയർ ഡിവൈഡഡ് ബൈ ഹാഫ് ഫസ്റ്റ് മീഡിയം എന്ന് പറഞ്ഞാൽ ε1 കൊടുക്കുക. ε1 V1 E0 I സ്ക്വയർ. ഇതും വെട്ടിപ്പോവും. That is equal to ε0R divided by ε0 incident whole square
സാർ ഒരു ഡൗട്ട് വെച്ചോട്ടാ. ഉം. സാർ റിഫ്ലക്ഷൻ ആകുമ്പോ -v1 അല്ലേ പറഞ്ഞേ? വെയിറ്റ് ചെയ്യേ. R is equal to E0 t 2n1 divided by, ഇപ്പൊ പറയാട്ടോ, ഞാൻ വേറൊരു ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. IR divided by II, that is equal to E0 R divided by E0 I. E0 I in terms of ശരി. അപ്പം that is equal to epsilon 0 R divided by epsilon 0 I all square. ഇനി E0 ആറും E0 ഐയും എന്നിന്റെ ടേമിൽ എങ്ങനെയായിരുന്നു? എന്നിന്റെ ടേമിൽ ദാറ്റ് മീൻസ് ഇക്വേഷൻ നമ്പർ ഏതായിരുന്നു റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ടേമിൽ കിട്ടിയത്? ചെയ്ത് നോക്കണം ഞാൻ പറഞ്ഞു. 25 26 അല്ലേ? അതിനകത്തുനിന്ന് 25-നകത്തുനിന്നും 26-നകത്തുനിന്നും 25-നകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം E0 R ആണെങ്കിൽ n1 minus n2 divided by n1 plus n2 into E0 I divided by, താഴത്തേനകത്ത് E0 I എഴുതണമെങ്കിൽ എങ്ങനെയാവും? E0 I എന്ന് പറയണത് E0 t divided by 2n1 by n1 plus n2. That is equal to into E0. അപ്പോൾ ഇവിടെ IR ഡിവൈഡഡ് ബൈ IT ആണ്. അതാണ് എൻ്റെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. എന്നല്ലേ ശരിയാവുള്ളൂ നോക്കി. IR ഡിവൈഡഡ് ബൈ IT, റിഫ്ലക്ഷൻ ബൈ ട്രാൻസ്മിറ്റർ. പക്ഷെ അങ്ങനെ കൂട്ടാൻ പറ്റില്ലല്ലോ കമ്പയർ ടു ദ. ഓക്കെ, ലെറ്റ്സ് ഇവിടം കൊണ്ട് അങ്ങ് നിർത്തിക്കുക കേട്ടോ. പ്രൂവ് ചെയ്ത് എടുത്തിട്ട് ചെയ്യാം. എടോ, താൻ ചോദിച്ചത് V1 എന്തുകൊണ്ട് നെഗറ്റീവ് ആയില്ല എന്നല്ലേ? ആരോ ഒരാൾ എന്താ ചോദ്യം ചോദിച്ചത്? ചോദിച്ചത് റിഫ്ലക്ഷൻ ആകുമ്പോ നമ്മൾ നേരത്തെ കേസിലൊക്കെ -v1 അല്ലേ എടുത്തത്? അപ്പൊ ഇവിടെ -v1 എടുക്കാത്ത അവിടെ നമ്മൾ ഇന്റൻസിറ്റി അല്ലേ? ഇന്റൻസിറ്റി എന്ന് പറയുന്ന സാധനം പണ്ട് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയല്ലേ? അപ്പൊ നമ്മളിപ്പോ V1 ആണെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിലും -v1 ആണെങ്കിലും അതിന്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി പോക്കോളും? പോസിറ്റീവ് തന്നെ എടുത്താൽ പോരെ? നെഗറ്റീവ് എടുക്കണം നിർബന്ധമില്ല. എന്റെ സംശയം അതല്ല, ഈ IR by I1 ആണ്. ഓക്കെ, എന്നാ ഞാൻ പറഞ്ഞ IR by I1. ഗ്രിഫിത്തിന്റെ പുസ്തകത്തിൽ തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ IR ഡിവൈഡ് ബൈ II ഇൻസിഡന്റ്. ഞാനാണെങ്കിൽ എന്നിന്റെ, നിങ്ങൾ എന്നിന്റെ ചെയ്ത് നോക്കി ആരേലും? ഞാൻ തന്ന ഉത്തരം ശരിയാണോന്ന്? ഒരെണ്ണം ചെയ്ത് ട്രാൻസ്മിറ്ററിന്റെ ചെയ്തായിരുന്നു, അത് പിന്നെ കിട്ടി. റിഫ്ലക്ടറിന്റെ ചെയ്തില്ല. ഓക്കെ, എന്നാ ട്രാൻസ്മിറ്ററിന്റെ റിഫ്ലക്റ്റിന് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതൊന്ന് പറയാവോ? n കൂട്ടിയുള്ള ഇക്വേഷൻ. E0 t equal to E0 t is equal to 2n1 divided by n1 plus n2 E0 I. E0 R equal to E0 I into n1 minus n2 by n1 plus n2. അപ്പൊ എങ്ങനെയാ അപ്പൊ ശരിയാകുന്നത്? R എന്ന് പറയുന്നത് IR by II ആണ്. ഓക്കെ, that is equal to half epsilon 1 V1
epsilon 0 r whole square divided by half epsilon 2 v2 epsilon I whole square. ശരിയല്ലേ? ഒരു എപ്സിലോൺ ടി മിച്ചം വരുമല്ലോ. ഇതിന്റെ ഉത്തരത്തിനെ 6 ചെയ്തു വരുമ്പം n1 മൈനസ് n2 ഹോൾ സ്ക്വയർ ഒരു സ്റ്റെപ്പേ തന്നിട്ടുള്ളൂ, ഡിവൈഡ് ബൈ n1 പ്ലസ് n2. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതുക, ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് കെട്ടണം. എങ്ങനെ ചെയ്യാം? r ഈക്വൽ ടു ഐ ആർ. നമുക്ക് ഹാഫ് അറിയാം, ഹാഫ് എപ്സിലോൺ 1 v1. ഈ 0 ആറിന്റെ വാല്യൂ എത്രയായിരുന്നു? വേണ്ട, ഇത് രണ്ടും വെട്ടിക്കളയാം, പരിപാടി കഴിയും. ദാറ്റ് ഇസ് ഈക്വൽ ടു I1 ഫസ്റ്റ് മീഡിയ തന്നെയാണ്, അപ്പോൾ v1 ഉം v1 ഉം പോട്ടെ. E0 r ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ E0 I ഹോൾ സ്ക്വയർ. ഓക്കെ, E0 r എന്ന് പറയുന്നത് n1 മൈനസ് n2 ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇൻറ്റു E0 I അതും കൂടി ഉണ്ട് സ്ക്വയർ ഡിവൈഡഡ് ബൈ E0 t വന്നാലല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. Why Griffiths is written like that? നീ നോക്കട്ടെ, E0 ഞാൻ E0 ഐനെ എടുത്തു കഴിഞ്ഞാൽ 2n1 എന്നൊക്കെ ഉത്തരത്തിൽ വേണം. E0 ഐനെ ഇവിടുന്ന് തന്നെ ഒന്ന് എടുത്തു നോക്കിയാലോ, അപ്പോൾ വെട്ടിക്കളയാൻ പറ്റിയില്ല. E0 ഐന്ന് വേണ്ടടോ, ഇത് വളരെ സിമ്പിൾ അല്ലായിരുന്നു. E0 I സ്ക്വയറിന് ഇവിടെ എഴുതിയാൽ ഇത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്താൽ പോരായിരുന്നു. ശരിയല്ലേ? അപ്പൊ n1 മൈനസ് n2. ഓ ശരിയാ, പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? നാളെ ചെയ്തു തരാം. എപ്സിലോൺ ആർ ഡിവൈഡ് ബൈ എപ്സിലോൺ I ഹോൾ സ്ക്വയർ എപ്സിലോൺ ആറിന് പകരം ആ വാല്യൂ എപ്സിലോൺ ഐയും ക്യാൻസൽ ആയി പോകും. IT E0 t divided by that is equal to half epsilon 2 v2 E0 t whole square divided by പക്ഷെ അടുത്തത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങളെ പരീക്ഷയ്ക്ക് ചെയ്യണം. ഇത് എത്ര മാർക്കിൻ്റെ, ഈ വലിയ എസ് എത്ര മാർക്കിൻ്റെ തന്നെ? ഒരു വാല്യൂ നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ, അടുത്ത ടിയുടെ വാല്യൂ മാത്രം, അല്ലെങ്കിൽ അത് ഭയങ്കരമായി ഡിറൈവ് ചെയ്ത് പോകേണ്ടി വരും. എപ്സിലോൺ 1 എപ്സിലോൺ 2 എല്ലാം റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരു 1.5 ദിവസം എടുക്കും. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ കണ്ടുപിടിച്ച് നോക്കാം. ഹാഫ് ഇൻറ്റു എപ്സിലോൺ ബൈ v1 ഇൻറ്റു E0 I also substitute epsilon t in terms of refractive index. എപ്സിലോൺ 0 ടിയുടെ വാല്യൂ എത്രയാണ് കിട്ടിയിരുന്നത്? എപ്സിലോൺ 0 t ഈക്വൽ ടു 2n1 ബൈ n1 പ്ലസ് n2 ഇൻറ്റു E0 I.
ഓക്കെ, നിർത്തിയാലോ? നാളെ ചെയ്താൽ പോരെ? ഇപ്പൊ തന്നെ സമയം 12:49. ഇനി ഉച്ച കഴിഞ്ഞ് ക്ലാസ് ഉണ്ട്. എനിക്ക് കഴിച്ചിട്ട് 2 മണിയാകുമ്പോൾ കയറാൻ പറ്റില്ല. അല്ലെങ്കിലേ ഇനിയിപ്പ 1 മണിയായി കഴിയുമ്പോഴേ ഒരു 1:30 ആകുമ്പോൾ ഉറങ്ങിപ്പോ. നമുക്ക് നാളെ എടുക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, അതിന് മുമ്പ് വരെയുള്ളതില്ലേ, ആ ഇന്റൻസിറ്റി എന്നുള്ള ടേമിന് മുമ്പ് വരെയുള്ളത് എഴുതി റെഡിയായി പഠിച്ചോണം കേട്ടോ. ഓക്കെ, വന്നവരെ അറ്റൻഡൻസ് ഒന്ന് പെട്ടെന്ന് പറയാവോ?